നമസ്കാരം. അന്താരാഷ്ട്ര ആയുധക്കടത്ത് സംഘം ഡൽഹിയിൽ വെച്ച് പിടിയിലായിരിക്കുകയാണ്. ഡൽഹി ക്രൈംബ്രാഞ്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. 8 പേരാണ് ഇവരുടെ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, തുർക്കി, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയുധങ്ങളുമായിട്ടാണ് അവർ ഭാരതത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇവരെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് അമേരിക്കയിൽ നിന്നും ഉക്രൈനിൽ നിന്നുമായിട്ടുള്ള ചാരന്മാർ ഭാരതത്തിൽ പിടിയിലായത്. അവരും ഡൽഹിയിൽ വെച്ചിട്ടാണ് പ്രധാനമായിട്ടും പിടിയിലായത്. മറ്റ് 3 പേരെ ഉക്രൈനിൽ നിന്ന് വന്ന 3 ചാരന്മാർ പിടിയിലായത് ഉത്തർപ്രദേശിൽ നിന്നാണ്. അത്തരത്തിൽ ഭാരതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള ആക്രമണത്തിന് ഇവർ പദ്ധതിയിടുന്നത് കഴിഞ്ഞ കുറച്ചധികം നാളുകൊണ്ട് ഭാരതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് വിവിധ വൈദേശിക സംഘങ്ങൾ ലക്ഷ്യമിട്ടു വരികയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിപുലമായ അന്വേഷണത്തിലാണ് അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ SPX 5.3 പോലുള്ള സ്പെഷ്യൽ ഫോഴ്സസ് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഇത്തരം ആയുധങ്ങളുമായിട്ടാണ് ഈ സംഘം പിടിയിലായിരിക്കുന്നത്. മുൻ സൂചിപ്പിച്ചതുപോലെ 8 പേരാണ് ഇവരുടെ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണെന്ന് അറിയില്ല. പ്രധാനമായിട്ടും പാകിസ്ഥാനിൽ നിന്നാണ് ഇവർ എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു സൂചന എന്ന് പറയുന്നത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കടൽ മാർഗേണുള്ള ഒരു ആക്രമണത്തിന് ലഷ്കർ-ഇ തോയ്ബയും ശ്രമിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി ലഷ്കർ-ഇ തോയ്ബ ആവിഷ്കരിച്ചത്. ഇതിന് പാകിസ്ഥാന്റെ ആർമിയുടെയൊക്കെ സഹായം ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്താണ് അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ യുദ്ധം നടത്തുന്നതും ആ യുദ്ധം വളരെയധികം വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാനെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. അത്തരമൊരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കടൽ മാർഗേണയുള്ള ഇത്തരത്തിലുള്ളൊരു ആക്രമണം പാകിസ്ഥാൻ തന്നെ താൽക്കാലികമായി നിർത്തിവെച്ചത്. എന്നാൽ ഇന്ത്യയിലേക്ക് നിരവധിയായിട്ടുള്ള ഇത്തരം വൈദേശിക ആക്രമണകാരികൾ, വൈദേശിക ഭീകരവാദികൾ ഇപ്പോൾ സജീവമായിട്ട് തന്നെ എത്തുന്നതായിട്ടാണ് ഇപ്പോൾ പൊടുന്നനെയുള്ള അടിക്കടിയുള്ള 2 ഓപ്പറേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ഏത് മാർഗേണ ഏത് രീതിയിൽ ഭാരതത്തിലേക്ക് എത്തുവാനുള്ളൊരു ശ്രമം നടത്തിയാലും ഇന്ത്യയുടെ അന്വേഷണ സംഘങ്ങളെല്ലാം സർവ്വതാ സജ്ജമായിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെയുള്ള ചില സ്ലീപ്പർ സെല്ലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. ചില സ്ലീപ്പർ സെല്ലുകൾ പല ഭാഗത്തും സജ്ജമാക്കിയവർ വച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കുറച്ച് നാളുകളായിട്ട് അന്വേഷണ സംഘങ്ങളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ജിഹാദ് പോലുള്ള കാര്യങ്ങൾ, അതായത് നേരത്തെ പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള ജിഹാദുകളല്ല, മറിച്ച് ഡിജിറ്റൽ ജിഹാദ് പോലുള്ള വിദ്യാസമ്പന്നരായ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ജിഹാദി പ്രവർത്തനത്തിലാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പല ഭാഗത്തുനിന്നുള്ള വിദ്യാർത്ഥികളെ അടക്കം മതം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ പാട്ടിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്ത് പലപ്പോഴായിട്ടും ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ വലിയ വിപുലമായ സന്നാഹങ്ങളാണ് ഇവർ നടത്തി വരുന്നത്. പക്ഷേ ഭാരതത്തിന്റെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനത്തെ ഭേദിക്കുവാൻ അധികമൊന്നും ഇവർക്ക് സാധിക്കുന്നില്ല. എന്തായാലും ഇത്തരം സംഘങ്ങൾ ഭാരതത്തിൽ എത്തുമ്പോൾ തന്നെ ഇവർ പിടിയിലാകുകയും ചെയ്യുകയാണ്. കുറച്ചു നാളുകൾക്ക് മുന്നേ ഭാരതത്തിൽ വെച്ച് പിടിയിലായ അമേരിക്കൻ ചാരന്റെയും ഉക്രൈനിൽ നിന്നും വന്ന ചാരന്മാരുടെയും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നേരത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഭീകരവാദ സംഘടനകൾ, അതായത് ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകളുടെ ചില യൂണിറ്റുകൾ മ്യാൻമാറിലെ വനപ്രദേശങ്ങളിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് സാങ്കേതികമായി ഇവരെ സഹായിക്കുക എന്നതാണ് ഇവിടെ എത്തിയ അമേരിക്കൻ ചാരന്റെയും ഉക്രൈൻ ചാരന്മാരുടെയും പ്രധാനപ്പെട്ട ഈ ഭീകരവാദികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നത്. ഇവർക്ക് ഡ്രോൺ ഉപയോഗിക്കുവാനുള്ള പരിശീലനം നൽകുക എന്നതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമായിരുന്നത്. എന്നാലും ഈ ലക്ഷ്യം തന്നെ തകർക്കപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു പിന്നീട് ഭാരതം കണ്ടത്. ഇപ്പോൾ വന്ന ഈ 8 അന്താരാഷ്ട്ര ആയുധക്കടത്ത് സംഘം, അന്താരാഷ്ട്ര തീവ്രവാദികളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യവും ഇതൊക്കെ തന്നെ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഭാരതത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇവരുടെ ഒരു പ്രവർത്തനം നടക്കുന്നതായിട്ടും ഉള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഈ അന്താരാഷ്ട്ര ഭീകരവാദ സംഘങ്ങളെയൊക്കെ ഭാരതം പിടിക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും ഇവരെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുവാൻ വേണ്ടിയിട്ട് ഭാരതത്തിന് സാധിക്കുന്നുണ്ട്. എന്തായാലും ഭാരതത്തിലേക്ക് വരുന്ന ഈ ഭീകരവാദികളെ ആയിക്കോട്ടെ, ഇവിടെ പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ആയിക്കോട്ടെ,
തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികളുടെ പിടിയിൽ നിന്ന് ഇവർ മാറി സഞ്ചരിക്കുവാൻ സാധ്യമല്ല. എന്തായാലും ഇവർ തന്നെ ഉടൻ തന്നെ ഇവരും ഇവരുടെ കൂട്ടാളികളായിട്ടുള്ള ആൾക്കാരും പിടിയിലാകും എന്ന കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.